രാജ്യസഭാ സീറ്റ് രണ്ട് ഘടകകക്ഷികൾക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള CPM തീരുമാനം മുന്നണിയുടെ ഭാവി കൂടി മുന്നിൽ കണ്ടാണ്. കേരള കോൺഗ്രസ് എമ്മിനെ പിണക്കിയാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയുണ്ടാകുമെന്ന ആശങ്ക CPMനുണ്ട്. കേരള കോൺഗ്രസ് എം മുന്നണിയിൽ തുടരേണ്ടത് മധ്യകേരളത്തിൽ സ്വാധീനമുറപ്പിക്കാൻ അനിവാര്യമാണെന്നും CPM നേതൃത്വം വിലയിരുത്തുന്നു. 24 വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യസഭയിലേക്ക് പാർട്ടി പ്രതിനിധിയായി അവസരം CPM വേണ്ടെന്ന് വെക്കുന്നത്. ഒടുവിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി CPM രാജ്യസഭാ സീറ്റ് വിട്ടു നൽകാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇടതുമുന്നണി യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാവുകയും ചെയ്തത്. ഇതോടെ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും, രാജ്യസഭാ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും. അതേസമയം CPIയിൽ നിന്ന് PP സുനീറും സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്യും. നമുക്കറിയാം, നേരത്തെ ആനി രാജയുടെയും ഒപ്പം തന്നെ പ്രകാശ് ബാബുവിൻ്റെ അടക്കമുള്ള പേരുകൾ ഉയർന്നു കെട്ടുമെങ്കിലും ഈ രണ്ട് പേരുകളും മറികടന്നാണ് ഒടുവിൽ PP സുനീറിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്തുകയും ചെയ്തത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഇരു പാർട്ടികളും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഈ സീറ്റുകളിൽ തയ്യാറല്ല എന്നുള്ളൊരു നിലപാട് CPMനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് CPM ഇപ്പോൾ തയ്യാറാകുന്നത്. അതിൽ പ്രധാനമായും കേരള കോൺഗ്രസ് എം പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് തങ്ങൾ UDFൽ നിന്ന് മുന്നണിയിലേക്ക് വന്ന സമയത്ത് ഓരോ അംഗങ്ങളുള്ള, അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ഓരോ അംഗങ്ങളുള്ള പാർട്ടിയായാണ് UDF വിട്ട് ഇടതുമുന്നണിയിലേക്ക് എത്തിയത്. എന്നാൽ ഇത് രണ്ടും ഇല്ലാതാകുന്നത് പാർട്ടിയെ സംബന്ധിച്ച് അത് വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്യും. അത് പരിഗണിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. അതാണ് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ യോഗത്തിൽ ഇത് പരിഗണിച്ചുകൊണ്ട് ഈ സീറ്റ് വിട്ടു നൽകാൻ തീരുമാനമാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണി സ്ഥാനാർത്ഥിയാകും. കേരള കോൺഗ്രസിനുണ്ടായിരുന്ന രാജ്യസഭാ സീറ്റിൻ്റെ ടേം തീരുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ആ രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് തന്നെ നിലനിർത്തട്ടെ എന്നുള്ള തീരുമാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിരിക്കുന്നത്. ഈ രാജ്യസഭാ സീറ്റിൽ കേരള കോൺഗ്രസിന് അർഹമായ അംഗീകാരമാണ് ഇതിൽ കൂടെ ലഭിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾ കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന CPMും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും എടുത്ത തീരുമാനവും അതോടൊപ്പം തന്നെ മുന്നണിക്കും ഉള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള കോൺഗ്രസിന് ഈ സീറ്റ് വിട്ടുകൊടുത്തതുപോലെ തന്നെ CPIക്കായിരുന്നു നേരത്തെ ബിനോയ് വിശ്വമായിരുന്നു ഈ ഒരു സീറ്റ് കൈകാര്യം ചെയ്തിരുന്നത്. ആ സീറ്റ് ഇപ്പോൾ PP സുനീർ നൽകാൻ CPI എക്സിക്യൂട്ടീവ് യോഗം തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നടപടിയെ എന്തായാലും യോഗം സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. CPI സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന അവകാശം CPIക്ക് വിട്ടുതരിക. അതിനകത്ത് മാധ്യമ സുഹൃത്തുക്കളുടെ അമിതോത്കണ്ഠയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. LDFലെ ഒന്നാമത്തെ കക്ഷിയായ CPM LDFന്റെ താൽപര്യങ്ങളെയും ഐക്യത്തെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെയ്ത ആ രാഷ്ട്രീയ തീരുമാനം തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. സഹോദര പാർട്ടിയായ CPI ആ തീരുമാനം കൈക്കൊണ്ട CPIഎമ്മിനെ വളരെ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. അത് LDFന്റെ ഐക്യത്തിന് വേണ്ടി CPM ചെയ്ത ഒരു വലിയ വിട്ടുവീഴ്ചയായിട്ട് അംഗീകരിക്കുന്നു. അതേസമയം ഈ ഒരു തീരുമാനത്തിനെതിരെ RJD രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം കാലാകാലങ്ങളായി ഇത്തരത്തിൽ CPIക്ക് സീറ്റ് നൽകുന്നതിനെ ആണ് ഇത്തരത്തിൽ RJD രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തത്. കാരണം MP ശ്രേയംസ് കുമാറിന്റെ കാലാവധി കഴിഞ്ഞപ്പോഴും സീറ്റ് നൽകിയത് CPIക്കാണെന്ന് വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി യോഗത്തിൽ പ്രധാനമായും നിലപാടെടുത്തത് RJDയെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ്. അതായത് RJDയുടെ വാദം ശരിയാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ പറയുകയും ചെയ്തു. പിന്നീട് രാജ്യസഭാ സീറ്റിലേക്ക് ഇനി സംസ്ഥാനത്തെ ഒരു മുന്നണിയിൽ ഒരു റൊട്ടേഷൻ വ്യവസ്ഥ കൊണ്ടുവരുന്നുള്ള അടക്കമുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തണം. അത് ആ രീതിയിലായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടതെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി യോഗം കൈക്കൊള്ളുകയും ചെയ്തു. ഇതിനിയുള്ള രാജ്യസഭാ സീറ്റുകൾ ആ വ്യവസ്ഥ പരിഗണിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനം കൂടി ഇടതുമുന്നണി യോഗം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരു രാജ്യസഭാ സീറ്റുകളിലേക്കും ഒന്നിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയും ഒപ്പം തന്നെ ഒരു സീറ്റ് CPIയുടെ സ്ഥാനാർത്ഥിയും മത്സരിക്കും. അതാണ്